ഗുഡ് മോർണിംഗ് പ്രിയ വിദ്യാർത്ഥികളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ആദ്യ ചാപ്റ്ററിൽ കൂടെയാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. Human resource management is required to perform a number of functions. These functions are common in all organizations and generally can be classified into two broad categories. Human resource management ഫങ്ഷൻസിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ബ്രോഡർ ഹെഡ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഫസ്റ്റ് വൺ മാനേജീരിയൽ ഫങ്ഷൻസ്, ദെൻ ഓപ്പറേറ്റീവ്, രണ്ടാമത്തത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ആ രണ്ട് ഹെഡിലായിട്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് മാനേജീരിയൽ ഫങ്ഷൻസ്, അതിൻ്റെ ഹെഡ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. A human resource managerial functions. A human resource manager is required to discharge his managerial functions in order to achieve goal of his department. നമുക്കറിയാം HR department. It includes planning, organizing, directing, coordinating and controlling various activities of personnel department or HR department. അപ്പോൾ ഈ മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫങ്ഷൻസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് മാനേജീരിയൽ ഫങ്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, അതായത് മാനേജീരിയൽ ഫങ്ഷൻസ് എന്നുള്ള ഹെഡിലെ ഫസ്റ്റ് പോയിൻറ്റ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? Planning is concerned with the determination of strategies, programs, policies and procedures to be adopted in order to accomplish organizational objectives. അല്ലേ? പോളിസി സെറ്റ് ചെയ്യുക, പ്ലാൻ സെറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. സോ പ്ലാനിങ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അല്ലേ? നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കും. അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിനെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി അണ്ടർടേക്കൺ ഇൻ എ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ആ രീതിയിലും നമുക്ക് പ്ലാനിങ്ങിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രോഗ്രാം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി കോഴ്സ് ഓഫ് ആക്ഷൻ എന്നൊക്കെ നമുക്ക് പ്ലാനിങ്ങിന് എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഇസ് ദി പ്രോസസ് ഓഫ് allocating tasks among its members for achieving organizational objectives. The assignment of duties and fixing the responsibilities will be the main issues of human resource management. Human resource managementനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി അസൈൻ ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ ആ ഒരു ഫങ്ഷനാണ് ഇവിടെ പറയേണ്ടത്. ഈച്ച് എംപ്ലോയി ഷുഡ് ബി ഗിവൺ ദ ടാസ്ക് അക്കോർഡിംഗ് ടു ഹിസ് അബിലിറ്റി ആൻഡ് കപ്പാസിറ്റി. കപ്പാസിറ്റിയും അബിലിറ്റിയും ഒക്കെ അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ഫ്രൂട്ട്ഫുൾ റിസൾട്ട് നമുക്ക് ആ ഒരു എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഡയറക്റ്റിംഗ്. Directing is a function of management which is connected with instructing, guiding and inspiring people in the organization to achieve its objective. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഇൻസ്ട്രക്റ്റിംഗ്, അല്ലെങ്കിൽ ഗൈഡൻസ്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദി പേഴ്സണൽ മാനേജർ അണ്ടർടേക്സ് വേരിയസ് പ്ലാൻസ് ആൻഡ് പോളിസീസ്
ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. പേഴ്സണൽ മാനേജർ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ എന്തിനു വേണ്ടി, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇവിടെയും കൃത്യമായിട്ട് നമ്മളെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ടൈം ബൗണ്ടായിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, കോർഡിനേഷൻ. The entire activities of the organization are to be properly coordinated to achieve organizational goals. അപ്പം ഒരു ഓർഗനൈസേഷനിലെ എൻ്റയർ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്താലേ നമുക്ക് ഓർഗനൈസേഷണൽ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ കോർഡിനേഷൻ ഷുഡ് ബി ഡൺ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ലെവൽസുകളുണ്ട്, പക്ഷേ കോർഡിനേഷൻ എല്ലാ ലെവൽസിലും കൃത്യമായിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, കൺട്രോളിങ്. Controlling is a process which verifies whether everything occurs in the organization according to plans. നമ്മൾ പ്ലാൻ അനുസൃതമായിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് പോണത് എന്നുള്ളതൊരു റിവ്യൂ ചെക്കപ്പാണ് ഈ ഒരു കൺട്രോളിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The personal manager evaluate the performance of personnel and formulate future plans and policies and programs. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാനിങ്ങിനനുസൃതമായിട്ടാണോ കാര്യങ്ങളൊക്കെ ഒക്കർ ചെയ്യുന്നത്, എവരിത്തിങ് അങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു റിവ്യൂ ചെക്കപ്പ് ഫങ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രോഡർ ഹെഡിൽ നമ്മൾ മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ മാനേജീരിയൽ ഫങ്ഷനിൽ വരുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. നെക്സ്റ്റ്, ഓപ്പറേറ്റീവ് ഫങ്ഷനാണ്. അപ്പോൾ ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റീവ് ഓർ സർവീസ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റ്. ദീസ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ഫങ്ഷനാണ് ഈ ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഒരു ടോപ്പ് ലെവൽ ഫങ്ഷനാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ വരുന്നത് പ്യുവർലി ഇറ്റ് ഈസ് ഡൺ ബൈ HR ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് ഈ ഒരു ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇതിൽ വരുന്ന കോർ ആക്ടിവിറ്റീസ് ആണ് റിക്രൂട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ. ഇതൊക്കെയാണ് കോറായിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാന ആക്ടിവിറ്റീസിനെ ഒന്നുകൂടി നമുക്ക് ബ്രേക്കപ്പ് ചെയ്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, പ്രൊക്വയർമെൻറ്റ്. എന്താണ് പ്രൊക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യാം. റൈറ്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിൻറ്റഡ് അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊക്വയർമെൻറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്കറിയാം, ഒരു എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റും അത് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താലേ അവരുടെ അടുത്ത് പ്രോപ്പർ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ദി ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ഈസ് കൺസേൺ വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ബൈ ഇൻക്രീസിങ് ദെയർ സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ വർക്ക്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ഓർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ഈസ് കൺസേൺ വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ബൈ ഇൻക്രീസിങ് ദെയർ സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ വർക്ക്. നെക്സ്റ്റ്, compensation. Employees must get adequate and equitable remuneration for the work done. അപ്പോൾ എംപ്ലോയീസിന് അവർ ചെയ്ത വർക്കിന് എന്താണ് പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ, ന്യായമായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ വർക്കേഴ്സ് ആർ റെമ്യൂണറേറ്റഡ് ഇൻ 2 ways. 2 രീതിയിൽ റെമ്യൂണറേഷൻ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഒന്ന് മോണിറ്ററി ആയിട്ടും മറ്റൊന്ന് നോൺ മോണിറ്ററി ആയിട്ടും. അത്തരത്തിൽ 2 രീതിയിലാണ് വർക്കേഴ്സിന് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഏതൊക്കെ ഐറ്റംസ് ആണ് നോൺ മോണിറ്ററിയിലൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. നെക്സ്റ്റ്, ഇൻ്റഗ്രേഷൻ. ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഷുഡ് റീകൺസിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമുക്കറിയാം അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ എന്ത് ചെയ്യണം,
അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ഇൻട്രസ്റ്റും രണ്ടും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ടുവരണം. ആ രീതിയിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റീകൺസിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ ഒരു ഫങ്ഷൻസ് ആരാണ്, HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഷുഡ് റീകൺസിൽ ദി ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. Next, maintenance. The human resource manager has to look after the health of the workers at work and off work. വർക്ക് പ്ലേസിലല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എംപ്ലോയീസിന് പ്രോപ്പർ ഹെൽത്ത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സാനിറ്റേഷൻ, സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് റീക്രിയേഷൻ റൂം എക്സെട്ര. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് HR ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നതുമായി എംപ്ലോയീസിൻ്റെ മൊറയിലും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യാനും അത് ഓർഗനൈസേഷന് പോസിറ്റീവായിട്ട് ഗുണകരമാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Next, welfare activities. The personnel management should provide various welfare services which relate to the physical and social well-being of the employees. ഇപ്പോൾ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ് ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്, റിക്രിയേഷൻ ഫെസിലിറ്റീസ്, റെസ്റ്റ് റൂം, കൗൺസിലിംഗ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ്. ഇതും എന്താണ്, എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ഫീലിംഗ്, അതുപോലെ തന്നെ കമ്പനിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി കൂടുതൽ എഫിഷ്യൻസി എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരാനും സാധിക്കും. നെക്സ്റ്റ്, പേഴ്സണൽ റെക്കോർഡ്സ് ആണ്. HR ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് കീപ് ദ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയീസ് ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, അച്ചീവ്മെൻറ്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ എക്സെട്ര. അപ്പോൾ എംപ്ലോയീസ് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് കൊടുത്ത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്, ട്രാൻസ്ഫർ റിലേറ്റഡ് ഇൻഫർമേഷൻസ്, ഇത്തരത്തിൽ എംപ്ലോയീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനൊക്കെ കീപ്പ് ചെയ്യണം HR ഡിപ്പാർട്ട്മെൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, പ്രൊമോഷൻ, transfer and termination. The personnel department should assist the management to design proper promotion policies regarding transfer and termination. ഇവിടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഒരു എംപ്ലോയീസിൻ്റെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അതിനെ അസിസ്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് റോൾ ആരാണ് ചെയ്യേണ്ടത്, HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നെഗോഷിയേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റുകളൊക്കെ സാധാരണമാണ്. വർക്കേഴ്സും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഒരു ഇൻ്റർമീഡിയറി റോള് എടുക്കുകയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുമായിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ഹെൽത്തി രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടൊക്കെ റോൾ എടുക്കേണ്ടത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുമായിട്ട് കണ്ടിന്യൂസ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, മിസലേനിയസ് ഫങ്ഷൻ, അതായത് ഇത് കൂടാതെ തന്നെ ഒരുപാട് റോള് HR ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദി ഓർഗനൈസേഷൻ, ദെൻ help to undertake research on matters relating to employees ഒക്കെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതർ ഫങ്ഷനിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് നടത്തിയത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. HRM ഫങ്ഷൻസിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. ഒന്ന് മാനേജീരിയൽ ഫങ്ഷൻ, മറ്റൊന്ന് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഇപ്പോൾ മാനേജീരിയൽ ഫങ്ഷൻസിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, ദെൻ കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ദെൻ ഓപ്പറേറ്റീവ് ഫങ്ഷനിൽ അത് വരുന്നതാണ് പ്രൊക്വയർമെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ്, welfare activities, personal records, promotion, negotiation with trade unions, then miscellaneous functions. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക.
Okay, thank you.